ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുട്ടികളുടെയൊക്കെ ഫ്രോക്കിൽ ബാക്കിൽ എങ്ങനെയാണ് സിബ് വയ്ക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഞാൻ ഇതിൽ സിബ് വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഓപ്പൺ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. കൊണ്ട് ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് സിബ് വരുന്നത്. പിന്നെ നമുക്ക് സിബ് ഇടാനും ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൺസീൽഡ് സിബാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രോക്കിൽ സെൻറ്ററിൽ നമ്മൾ സിബ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ വരുമല്ലേ, ആ ഭാഗം കട്ടിയായിട്ടിരിക്കും. നമ്മുടെ സിബിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ വരുമ്പോൾ വളരെ കട്ടിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രോക്ക് തയ്ച്ചു കഴിഞ്ഞാലും ഒരു ഫിനിഷിങ് തോന്നുമല്ലോ ഈ ഒരു ഭാഗം. അപ്പം അങ്ങനെ വരാതെ രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ ഈ തുണിയെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. നമ്മൾ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ സിബ് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ആ ഫോൾഡിങ്ങിലൂടെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് നിവർത്തിയിട്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടോ, സെൻറ്ററിലൂടെ നമുക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇരു സൈഡിലേക്കും രണ്ട് വശത്തേക്കും നമുക്ക് 1/4 ഇഞ്ച് വീതിയിൽ 2 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി താഴെ എത്തിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത സൈഡിലേക്ക് പോകുന്നത്. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കഴിഞ്ഞ ഉടനെ നമ്മുടെ തുണിയോട് ചേർത്തിട്ട് നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ആ നൂലിങ്ങനെ കിടന്നാൽ തന്നെ ഒരു വൃത്തി കാണുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെയൊന്ന് ഫസ്റ്റിലേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിലെ ലൈനിൻ്റെ ഇരുവശത്തേക്കും 1/4 ഇഞ്ച് മാറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ അങ്ങനെ അകന്ന് മാറിപ്പോവാണ്ടിരിക്കാനാണ് ആദ്യമേ നമ്മൾ ഇരു സൈഡിലും സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ സെൻറ്ററിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇത് ചീത്ത വശം. നമ്മൾ നല്ല വശം ഈ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ചെയ്യേണ്ടത്, നമ്മളുടെ സിബ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. കൺസീൽഡ് ആണ്. ഫ്രോക്കിന് ചെറിയ സിബ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതുകൊണ്ട് നമ്മൾ ആദ്യം സിബ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, സിബ് ഡാമേജ് വല്ലതും ആണോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സിബ് എങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പം ഇത് നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭാഗവും ഇതും നല്ല ഭാഗമാണ് കേട്ടോ, നമ്മുടെ പുറമേ കാണുന്ന ഭാഗവും. അപ്പോൾ സിബ് ഇതേപോലെ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് മറിച്ച് ഇതേപോലെ വെക്കുക. മറുഭാഗവും അതേപോലെ മറിച്ച് നമ്മുടെ മറു സൈഡിലും വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇതിന്റെ ഭാഗത്ത് ഇച്ചിരി ഉരുക്കിയ പോലെ കാണാം, അതാണ് സിബിന്റെ ലോക്ക് കേട്ടോ. അപ്പം ഈ ലോക്ക് ഭാഗത്ത് നമ്മൾ അവിടെ നിന്നാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇതുണ്ട്, ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. നമുക്ക് സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. താഴെയുള്ള ഭാഗത്തേക്ക് നമുക്ക് വേണ്ട, നമ്മൾ താഴെ നിന്നൊരു 1 ഇഞ്ച് മുകളിൽ വരെ ഒന്ന് സിബ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. സിബിന്റെ സൈഡിലൂടെ തുണിയും സിബും ഒന്ന് അറ്റാച്ച് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതല്ല നമ്മുടെ മെയിൻ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നമ്മൾ മറ്റേ ഭാഗം ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു പീസിലും നമ്മൾ മറുഭാഗത്ത് അടയാളപ്പെടുത്തി അതേ മാർക്കിങ് അതേ ഭാഗത്തും വരച്ചു കൊടുക്കുക. പിന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മറുഭാഗത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഉരുക്കിയ ലോക്കിന്റെ ഭാഗം നെക്കിന്റെ ഓപ്പണിങ് സൈഡിൽ വരുന്ന രീതിയിൽ കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് താഴേക്ക് കൃത്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ 2 സൈഡും നമ്മുടെ തുണിയിലേക്ക് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രഷർ ഫുഡ് ഒന്ന് മാറ്റിയെടുക്കണം. ഇത് നമുക്ക് ഈ ഒരു പ്രഷർ ഫുഡ് വെച്ചിട്ട് നമ്മുടെ കൺസീൽ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഒറ്റ പ്രഷർ ഫുഡ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് പ്രഷർ ഫുഡുകൾ. സിബ് വയ്ക്കുന്ന ഇപ്പോൾ ഒത്തിരി പല പല മോഡലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
അപ്പൊ അതൊക്കെ നോക്കി നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ലോക്ക് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുത്തിട്ട് നമ്മുടെ ആ ലോക്കില് സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ, അതിന്റെ ഓരത്തോട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ കൃത്യമായിട്ട് താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മള് ലോക്ക് വര കാണുന്ന ഭാഗത്ത് സ്റ്റിച്ച് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് സിപ്പ് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതില് സ്റ്റിച്ചിങ് വീഴാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി മറുഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചു വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാലും നമ്മളുടെ പ്രസർ ഫോട്ടിന്റെ ആ ഒരു സൈഡ് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഇപ്പൊ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുണ്ട്, ഇതും നമ്മള് മറുഭാഗം ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിൽ വരെ. ഇത് നമുക്ക് സിബ് എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ അടുത്ത് തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നെക്കിന്റെ ഈ ഭാഗം ചേർന്നിരിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇവിടെ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ടില്ല കിടക്കുന്നത്. അത് നമ്മൾ ഇതേപോലെ തിരിച്ചു വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുണ്ട്, നമ്മളുടെ സിബ് വെച്ചിരിക്കുന്ന ആ ഒരു വീതിക്ക് തന്നെ വേണം നമ്മൾ താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇവിടം വരെയാണ് നമ്മുടെ സിബിനെ സ്റ്റിച്ച് ചെയ്തതിന്റെ ഒരു നമ്മൾ നിർത്തിയതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ. നമുക്ക് താഴെ നിന്ന് ഇതേപോലെ തന്നെ ഒരു പ്രസർ പോട്ടിട്ടിട്ട് തന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാലും അത് നമ്മൾ തിരിച്ചിട്ട് വരുമ്പോൾ ഒരു വൃത്തി കാണുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളത് കെട്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പൊ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. ബാക്കിയുള്ള സിബ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നീളം കൂടുതലായിരുന്നല്ലോ സിബിന്, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് പ്ലീറ്റ്സിന്റെ ഭാഗത്ത് വരുമ്പോ ഉണ്ടല്ലോ ഒട്ടും കട്ട് കാണുകയില്ല. കണ്ടില്ല, വളരെ നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സിബും തുറക്കുമ്പോഴും ഇടുമ്പോഴും ഒന്നും ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ തുറക്കാനും സിബ് കയറ്റിയിടാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പൊ താഴെ ഭാഗത്ത് ഈ ഒരു ഭാഗത്താണെങ്കിലും നമുക്ക് ഒട്ടും കട്ടിയില്ല. നമ്മുടെ സിബ് അതിന് മുകളിൽ വെച്ചില്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്ലീറ്റ്സ് ഇടുമ്പോൾ ഈ ഒരു ഭാഗത്തും ഒട്ടും കട്ടി തോന്നുകയില്ല. അപ്പൊ ഇതിനെ മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ നെക്കിന്റെ മുകളിലേക്ക് നിൽക്കുന്ന സിബിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും നമുക്ക് കാണത്തില്ലാത്ത രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനെ നമ്മൾ ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് അകത്തേക്ക് ആക്കിയിട്ട് ഒന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ട്, ഇതേപോലെ നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ളത് കെട്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് തിരിച്ചിട്ട് നോക്കുമ്പോഴും കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തു, വീണ്ടും ഹോൾഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ 1-2 പ്രാവശ്യം കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ അത് വിട്ടുപോകാണ്ട് കൃത്യമായിട്ട് ഇരുന്നോളും. അപ്പൊ നമ്മുടെ സിബിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ വൃത്തിയായിട്ടും തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നു പോയപ്പോ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അപ്പൊ ഇതുണ്ട്, നെക്കിന്റെ ഈ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് ഒരേ ഒപ്പത്തിലല്ല നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് നിൽക്കാനായിട്ട്. കയറി ഇറങ്ങിയിരുന്നാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. സിബ് ഇടാനും ഇടാനും ഒക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പൊ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതേപോലെ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.